ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ഈ ഇൻപുട്ട് സ്ട്രിങ്ങിനെ പാഴ്സ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ഇൻപുട്ട് സ്ട്രിങ് നമുക്കറിയാം അല്ലേ, ഐ ഡി തേർഡ് സ്റ്റെപ്പാണ് പാഴ്സ് ദ ഇൻപുട്ട്. നമുക്കറിയാം ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഇതാണ് നമുക്ക് തന്നത്. അപ്പം നമ്മൾ സാധാരണ ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സറിന് നമ്മൾ വരച്ചതുപോലെ എന്തൊക്കെയായിരുന്നു ഷിഫ്റ്റ് റെഡ്യൂസിൽ സ്റ്റാക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ എന്തെങ്കിലും റിലേഷനോ അങ്ങനെ എന്തെങ്കിലും എഴുതാനാണെങ്കിൽ അതുണ്ടായിരുന്നു അല്ലെ, റിഡക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ ഒരു ഫീൽഡും കൂടി നമ്മൾ ആഡ് ചെയ്യുവാണ്. ആ ആഡ് ചെയ്യുന്ന ഫീൽഡിൻ്റെ പേരാണ് റിലേഷൻ. എന്ത് പേരാണ്? റിലേഷൻ. നമ്മൾ ഞാൻ ഇവിടെ എഴുതാം റിലേഷൻ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പോലെ ഡോളറാണ് സ്റ്റാർട്ടിങ് സിമ്പൽ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ. ഇന്നും വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് ഡോളറും ഐ ഡിയും ആണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നേരെ പാഴ്സിങ് ടേബിളിൽ പോകണം. ഡോളറും ഐ ഡിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പാഴ്സിങ് ടേബിളിലേക്ക് പോകാം. അപ്പോൾ പാഴ്സിങ് ടേബിളിലേക്ക്, അതായത് ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ നേരത്തെ, അതിൻ്റെ അകത്ത് പോകാം. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം അല്ലേ, ഡോളറും ഐ ഡി ആകുമ്പോൾ ഡോളറിന് ഏറ്റവും കുറവ് പ്രസിഡൻസ് ആണ്, ഐ ഡിക്ക് ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും റിലേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ബ്ലൈൻഡ്ലി തന്നെ പറയാമെന്നുള്ളതേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? ഷിഫ്റ്റ് ഐ ഡി നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഐ ഡി ഷിഫ്റ്റ് ചെയ്യാം. ഡോളർ ഐ ഡി ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് ബാക്കി? പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റിലേഷൻഷിപ്പ് എഴുതണം. റിലേഷൻഷിപ്പ് എഴുതുമ്പോൾ റിലേഷൻ എഴുതാൻ എന്ത് ചെയ്യണം? ഐ ഡിയും പ്ലസ്സും ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഐ ഡിയും പ്ലസ്സും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് പ്രസിഡൻസ് കൂടുതൽ? ഐ ഡിക്കാണ് പ്രസിഡൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഐ ഡിക്ക് പ്രസിഡൻസ് കൂടുതൽ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇനി നമുക്ക് ഈ ഐ ഡിയെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാഴ്സ് അത് എഴുതിയിട്ടില്ല അല്ലേ, അത് ഞാനൊന്നും കൂടി എഴുതി തരാം കേട്ടോ. ആ ഗ്രാമർ ഇവിടെ ടി ഡെറൈവ്സ് ടി പ്ലസ് ടി ഓർ ടി സ്റ്റാർ ടി ഓർ ഐ ഡി. ഓക്കെ, ഇതാണ് ഗ്രാമർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതണം. റെഡ്യൂസ് ടി ഡിറൈവ്സ് ഐ ഡി. അപ്പോൾ ഡോളർ ടി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പം ഇനി ഇത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ നമ്മൾ റിഡക്ഷൻ ചെയ്തതാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് റിലേഷൻ എഴുതും എന്നാണ് നമ്മളിനി നോക്കേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ ടിയും പ്ലസ്സും ആണ് കിടക്കുന്നത്. ആക്ച്വലി ടി എന്ന് പറയുന്നത് ഒരു എന്താണ്? ഒരു നോൺ ടെർമിനൽ ആണ് അല്ലേ. പ്ലസ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ. അപ്പം നമുക്ക് ഈ നോൺ ടെർമിനൽ വെച്ച് നമുക്ക് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കമ്പയറും ചെയ്തില്ല. അപ്പം നമ്മൾ അവിടെ ആ സമയത്ത് ഡോളർ വെച്ചാണ് റിലേഷൻ എഴുതുന്നത്. അപ്പോൾ ഡോളറും പ്ലസും നോക്കുമ്പോൾ ആരാണ്? പ്ലസ് ആണ് കൂടുതൽ. ക്ലിയർ ആയോ? ഇനി അടുത്തത് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പ്ലസ്. പ്ലസിനെ ഷിഫ്റ്റ് ചെയ്യുക. ഡോളർ ടി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ. ഇവിടെ നോക്കുമ്പോഴോ പ്ലസ്സും ഐ ഡിയും കൂടെ കമ്പയർ ചെയ്യുക. ആർക്കാണ് പ്രസിഡൻസ് കൂടുതൽ? ഐ ഡിക്കാണ് പ്രസിഡൻസ് കൂടുതൽ അല്ലേ. ഐ ഡിക്കല്ലേ പ്രസിഡൻസ് കൂടുതൽ. അപ്പോഴും ഐ ഡിയുടെ ഭാഗത്തോട്ട് വേണം റിലേഷൻ. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്ലസും ഐ ഡിയും ആർക്കായിരിക്കും കൂടുതൽ? ഐ ഡിക്കാണ് കൂടുതൽ. ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ എഴുതി ഇവിടെ കാണിച്ചതേ ഉള്ളൂ, നിങ്ങളവിടെ എഴുതിയൊന്നും വെക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം? ഇനി എന്തായാലും നമ്മൾ ഐ ഡിയെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഷിഫ്റ്റ് ഐ ഡി ഡോളർ ടി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി ഡോളർ. റിലേഷൻ എങ്ങനെ എഴുതുന്നത്? ഐ ഡിയും സ്റ്റാറും ആർക്കാണ് പ്രസിഡൻസ് കൂടുതൽ? ഐ ഡിക്കാണ് പ്രസിഡൻസ് കൂടുതൽ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ടി ടു ഐ ഡി. റെഡ്യൂസ് ടി ഡിറൈവ്സ് ഐ ഡി ഡോളർ ടി പ്ലസ് ടി സ്റ്റാർ ഐ ഡി ഡോളർ. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോഴും എന്താണ്? ടി പ്ലസ് ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഡോളറും സ്റ്റാറും ആയിട്ടും വേണം അവിടെ നമ്മൾ എന്ത്
കമ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ആരെ നമ്മൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഏതിൻ്റെയാണ് ഇടേണ്ടത്? സ്റ്റാറിനായിരിക്കും പ്രസിഡൻസ് കൂടുതൽ. അപ്പോൾ സ്റ്റാറിൻ്റെ ഭാഗത്തോട്ട് പ്രസിഡൻഷ്യൽ റിലേഷൻ ഇടാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ടി പ്ലസ് ടീനെ വീണ്ടും റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ടി ഡിറൈവ്സ് ടി പ്ലസ് ടി. ഓക്കെ, ഡോളർ ടി സ്റ്റാർ ഐ ഡി ഡോളർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വീണ്ടും ഡോളറും സ്റ്റാറും റിലേഷൻ സ്റ്റാറിനായിരിക്കും കൂടുതൽ. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ എന്താ ഇൻക്ലൂഡ് ചെയ്യുന്ന റിലേഷൻ എന്നൊരു കോളം ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. വീണ്ടും നമ്മൾ എന്താണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് സ്റ്റാർ. സ്റ്റാറിന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഡോളർ ടി സ്റ്റാർ ഐ ഡി ഡോളർ. സ്റ്റാറും ഐ ഡിയും ആർക്കാണ് പ്രസിഡൻസ് കൂടുതൽ? ഐ ഡിക്കാണ് പ്രസിഡൻസ് കൂടുതൽ. ഇനി വീണ്ടും എന്ത് ചെയ്യണം? ഷിഫ്റ്റ് ഐ ഡി ഡോളർ ടി സ്റ്റാർ ഐ ഡി ഡോളർ. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഐ ഡിയും ഡോളറുമാണ്. ആർക്കാണ് പ്രസിഡൻസ് കൂടുതൽ? ഐ ഡിക്കാണ് പ്രസിഡൻസ് കൂടുതൽ അല്ലേ? കണ്ടോ? ഇനി വീണ്ടും എന്ത് ചെയ്യണം? റെഡ്യൂസ് ടി ഡിറൈവ്സ് ഐ ഡി ഡോളർ ടി സ്റ്റാർ ടി ഡോളർ. ഇനി നോക്കിക്കേ, ഡോളറും ഡോളർ എന്ന് പറയുന്നത് നമ്മൾ അവസാനം എഴുതുന്ന സ്റ്റേറ്റ് എന്താണ്? അപ്പോൾ ഇവിടെ റിലേഷൻ അനുസരിച്ച് ഇതെന്തായി? അക്സെപ്റ്റ് ആയി. ഇനി നമുക്കിതിനെ റെഡ്യൂസ് ചെയ്താൽ മാത്രം മതി അല്ലേ? ഇവിടെ നമ്മൾ വീണ്ടും റെഡ്യൂസ് ടി ഡിറൈവ്സ് ടി സ്റ്റാർ ടി കൊടുക്കും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഡോളർ ഡോളർ ടി. ഇപ്പം നോക്കിക്കേ, ഡോളറും ഡോളറും ഇപ്പോൾ അക്സെപ്റ്റ് സ്റ്റേറ്റ് ആയില്ലേ? കണ്ടോ? ഓക്കെ, ഇവിടെ നമുക്കൊരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. കണ്ടോ? റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. കണ്ടോ? റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. നമ്മളത് കാര്യമാക്കാതെയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താണ്? ഇൻപുട്ട് സ്ട്രിങ് പാഴ്സ് ചെയ്ത് സാധാരണ പ്രത്യേകിച്ചൊന്നുമില്ല, സെയിം ആസ് ലൈക്ക് എന്താണ് ഷിഫ്റ്റ് റെഡ്യൂസ് പാഴ്സർ തന്നെയാണ്. അതിൻ്റെ കൂടെ വി ആർ ഇൻക്ലൂഡിങ് അനദർ കോളം, ദാറ്റ് ഇസ് എ റിലേഷൻ കോളം. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസ്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഫോർത്ത് സ്റ്റെപ്പ്. പാഴ്സ് ട്രീ വരയ്ക്കണം. പാഴ്സ് ട്രീ വരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല. പാഴ്സ് ട്രീ വരയ്ക്കുന്നത് നമുക്ക് തന്നെ അറിയാമല്ലേ? ടി ഡിറൈവ്സ് ടി പ്ലസ് ടി. അടുത്തത് വീണ്ടും ഈ ടി ഡിറൈവ്സ് ടി സ്റ്റാർ ടി. ടിക്ക് നമ്മൾ എന്ത് കൊടുത്തു? ഐ ഡി കൊടുത്തു. ഈ ടിക്ക് നമ്മൾ ഐ ഡി കൊടുത്തു. ഈ ടിക്ക് നമ്മൾ ഐ ഡി കൊടുത്തു. അപ്പോൾ ഐ ഡി പ്ലസ് ഐ ഡി സ്റ്റാർ ഐ ഡി. ഓക്കെ, അപ്പോൾ ഇനി ഞാനൊരു എക്സാമ്പിൾ തരാം. ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓപ്പറേറ്റർ ഗ്രാമർ ക്രിയേറ്റ് ചെയ്ത് റിലേഷൻ ടേബിളൊക്കെ വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റർ പ്രസിഡൻസ് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ഒരു തവണ യൂണിവേഴ്സിറ്റിക്ക് മിറാക്കിൾ പോലെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഗ്രാമർ parse the string a plus b star c star d. ഇതാണ് സ്ട്രിങ്. using operator precedence relation. ഇതൊരു ഓർപ്പാട്ട് കിടന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഗ്രാമർ ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി ഓർ ടി. ടി ഡിറൈവ്സ് ടി സ്റ്റാർ വി ഓർ വി. ആൻഡ് വി ഡിറൈവ്സ് എ ഓർ ബി ഓർ സി ഓർ ഡി. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഗ്രാമർ പാഴ്സ് ദ സ്ട്രിങ് എ പ്ലസ് ബി സ്റ്റാർ സി സ്റ്റാർ ഡി യൂസിങ് ദ ഓപ്പറേറ്റർ. ഇത് ഇൻപുട്ട് ആണേ. യൂസിങ് ദ ഓപ്പറേറ്റർ പ്രസിഡൻസ് റിലേഷൻ. പ്ലസും സ്റ്റാറും മാത്രമേ ഉള്ളൂ, ബാക്കി എ ബി സി ഡി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേബിൾ ആദ്യം ഓപ്പറേറ്റർ ഗ്രാമർ ആണോ നോക്കുക. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഓപ്പറേറ്റർ ഗ്രാമർ ആണ്. ഇനി അടുത്തത് പിന്നെ എന്ത് ചെയ്യണം? സ്ട്രിങ്ങിനെ ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ കണ്ടുപിടിക്കണം. ടേബിൾ വരയ്ക്കുക. ടേബിൾ വരച്ചിട്ട് സ്ട്രിങ് ഇൻപുട്ട് ഷിഫ്റ്റ് റിഡക്ഷനിൽ വരുമ്പോഴാണ് ഈ പാഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അവിടെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ, പാഴ്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ,
പിന്നെ ഒരു തവണ കോമൺലി ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്രാമർ തന്നിട്ടുണ്ട്. ആ ഗ്രാമറിനെ നമ്മൾ ഓപ്പറേറ്റർ ഗ്രാമറാക്കി കൺവേർട്ട് ചെയ്തിട്ട് പ്രസിഡൻസ് ടേബിൾ വരെ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ക്രിയേറ്റ് ആൻ ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ ഫോർ ദ ഫോളോയിങ് ഗ്രാമർ. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ഫോളോയിങ് ഗ്രാമർ. ഓക്കെ, അതിൽ തന്നിരിക്കുന്ന ഗ്രാമർ പി ഡിറൈവ്സ് എസ് ആർ ഓർ എസ്, അതുപോലെ ആർ ഡിറൈവ്സ് ബി എസ് ആർ ഓർ ബി എസ്, എസ് ഡിറൈവ്സ് ഡബ്ല്യു ബി എസ് ഓർ ഡബ്ല്യു, and W derives L star W or L, and L derives ID. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ എല്ലാ പാർട്ടും ഓപ്പറേറ്റർ ഗ്രാമർ അല്ല, ചിലത് ഓപ്പറേറ്റർ ഗ്രാമർ ആണ്, ചിലതല്ല. അപ്പോൾ ഓപ്പറേറ്റർ ഗ്രാമർ അല്ലാത്തതിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് മറ്റേതിലേക്ക് കൺവേർട്ട് ചെയ്തോളണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ടേബിൾ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് എഴുതാനായിട്ട്. ഇതിൻ്റെ ഓപ്പറേറ്റർ ഗ്രാമറിനെ കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രസിഡൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞുതരാം. ഒരു സൈഡിൽ അഡ്വാൻറ്റേജ് എഴുതുവാണ്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഓക്കെ, കോമൺലി എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്. ഫസ്റ്റ് മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ച് സിമ്പിളാണ്, അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കുറച്ച് പവർഫുൾ ആണ് എന്ന് പറയും. ഓക്കെ, അതായത് എക്സ്പ്രഷൻസിന് കുറച്ച് പവർഫുൾ ആണെന്ന് പറയും. പവർഫുൾ ഇനഫ് ഫോർ എക്സ്പ്രഷൻസ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് യൂണറി മൈനസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ഹാൻഡിൽ ദ യൂണറി മൈനസ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഗ്രാമേഴ്സിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്മോൾ ക്ലാസ് ഓഫ് ഗ്രാമർ എന്ന് പറയുന്നത്. കൊച്ചു ഗ്രാമറിനോ വലിയ ഗ്രാമറിനൊന്നും എടുത്തിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതായത് ഇത് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട്. അതായത് ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യേണ്ടെന്നൊരു ഡിഫിക്കൽട്ട് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഡിഫിക്കൾട്ട് ടു ഡിസൈഡ് വിച്ച് ലാംഗ്വേജ് is recognized by the grammar. അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അഡ്വാൻറ്റേജ് സിമ്പിളാണ്, കുറച്ചും കൂടി പവർഫുൾ എക്സ്പ്രഷൻ ആണ്. ഡിസഡ്വാൻറ്റേജിൽ നമുക്ക് യൂണറി മൈനസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്മോൾ ക്ലാസ് ഓഫ് ഗ്രാമറിന് ബുദ്ധിമുട്ടാണ്. പിന്നെന്താണ്, നമുക്ക് ഏത് ലാംഗ്വേജ് ആണെന്ന് ഡിസൈഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ അൽഗോരിതം കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ അൽഗോരിതം നോക്കാം. ഫസ്റ്റ് നമുക്കതിൻ്റെ ഇൻപുട്ട്. ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു പ്രസിഡൻസ് റിലേഷൻ ടേബിൾ ആയിരിക്കും. ടേബിൾ ഓഫ് പ്രസിഡൻസ് റിലേഷൻ ആയിരിക്കും ഇതിൻ്റെ ഇൻപുട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലേ, ഒരു പാഴ്സർ ജനറേറ്റ് ചെയ്യുന്നത്, അതായത് അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ഓർ നോട്ട്, ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അൽഗോരിതത്തിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇനിഷ്യലി നമുക്കറിയാം നമ്മുടെ സ്റ്റാക്കിൻ്റെ അകത്ത് ഡോളർ മാത്രമേ കാണത്തുള്ളൂ എന്നറിയാം. ഓക്കെ, അപ്പോൾ അത് ആദ്യം നമ്മളൊന്ന് ഇനിഷ്യലൈസ് ചെയ്ത് വെക്കണം. Initialize the stack contains $, and
the input buffer string. ഓക്കെ, അപ്പം ഞാനിപ്പോൾ W ആണ് ബഫർ സ്ട്രിങ് ആയിട്ട് എടുക്കുന്ന സ്റ്റാൻഡേർഡ് അൽഗോരിതത്തിൽ നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഇൻപുട്ട് പോയിന്റ്. അതായത് നമ്മൾ ആദ്യം ഇൻപുട്ട് പോയിന്റ് സെറ്റ് ചെയ്യുവാണ്. സെറ്റ് ദ ഇൻപുട്ട് പോയിന്റ്. ഓക്കെ, ഇനി അടുത്തത് റിപ്പീറ്റ് ഫോർ എവർ എന്നാണ് അൽഗോരിതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഇഫ് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ എഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഡോളർ ആണ്, ഡോളർ ഇസ് ഓൺ ദ ടോപ്പ്. ഇഫ് ഡോളർ ഇസ് ഓൺ ദ ടോപ്പ് ആൻഡ് ഇൻപുട്ട് ടു ഡോളർ, ദെൻ ഇവിടെ റിട്ടേൺ. ഓക്കെ, രണ്ടും ഡോളറാണ്, ഇൻപുട്ടും ഡോളറാണ്, നമ്മുടെ ടോപ്പ് സിമ്പിളും ഡോളർ ആണെങ്കിൽ റിട്ടേൺ ചെയ്യാം. ഇനി അല്ലെങ്കിൽ എൽസ് വന്നിട്ട് ഇവിടെ ബേസിസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതണം ലെറ്റ് എ ബി ദ ടോപ്പ് മോസ്റ്റ് ടെർമിനൽ symbol and let B be the symbol pointed to by input. ഓക്കെ, ഇനി അവിടെയാണ് അവിടെ തൊട്ട് നമ്മൾ പ്രസിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് രണ്ട് ടെർമിനൽ സിമ്പലും മറ്റതും കൊടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി അവിടെ വെച്ചാണ് നമ്മൾ A and B വെച്ചിട്ട് നമുക്ക് പ്രസിഡൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അങ്ങനെ പറയുന്നത്. ഇനി അവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണ്. എഫ് അവിടെയാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ബ്രേസ് എൽസ് പാർട്ടിൻ്റെ അകത്താണ്. A is less than dot B or A is equal to B. ഓക്കെ, ബിക്കാണ് പ്രസിഡൻസ് കൂടുതലല്ല, രണ്ടിനും ഒരേ പ്രസിഡൻസ് ആണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പുഷ് ബി ഓൺ ടു ദ സ്റ്റാക്ക്, എന്നിട്ട് അഡ്വാൻസ് ദ പോയിന്റർ. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതല്ല എൽസ് ആണെങ്കിലോ, എൽസ് if A is less than dot B, then അവിടെയാണ് നമ്മൾ റിഡക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് പോപ്പ് സ്റ്റാക്ക് എപ്പോഴാണ് വരികയാണ്, until the terminal related by the non terminal ആണ്. ഓക്കെ, until the top of the stack terminal most recently popped. ഓക്കെ, ഇനി അത് കഴിഞ്ഞു, ആ എൽസ് പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്, കോമൺ എൽസ് ആണ്. എൽസ് എറർ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം. അതോടെ ഇഫിൻ്റെ പാർട്ട്, അതോടെ നമ്മൾ എൽസിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇത് എളുപ്പമാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. മറ്റേ നമ്മുടെ സ്പാഴ്സിങ് എങ്ങനെയാണ് നടത്തുന്നത് അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് അൽഗോരിതമാണ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് അൽഗോരിതമാണ്. കോമൺ ചില പ്രാവശ്യങ്ങളിൽ അൽഗോരിതം ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ തന്നത്. പിന്നെ ചില എക്സാമ്പിൾ എഴുതി ചോദിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതുപോലെ ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ചില സമയം ചോദിക്കാറുണ്ട്. ഓരോ തവണയും ഓരോ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്പറേറ്റർ പ്രസിഡൻസിന്. നമുക്കതുകൊണ്ട് മുൻപേ ഉള്ളൊരു പ്രിഡിക്ഷൻസ് നടത്താൻ പറ്റില്ല, ഇതൊന്നും ക്വസ്റ്റ്യൻ വരത്തില്ല എന്ന്. പിന്നെ ഓർ പാർട്ടാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓപ്പറേറ്റർ പ്രസിഡൻസ് റിലേഷൻ. താങ്ക് യു.